ഈ മഴയുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിലവിൽ കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ വിലക്കാണ്, സഞ്ചാരികൾക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ കണ്ണൂരിലെ അതിമനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണാൻ പോവാണ്. സന്ദർശകർക്ക് കാഴ്ച വിരുന്നൊരുക്കുകയാണ് കണ്ണൂർ മാടായിപ്പാറ. ഇത്തവണയും മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു. പരന്നു കിടക്കുന്ന പാറപ്പുറത്താകെ കാക്കപ്പൂക്കൾ വിരിഞ്ഞതോടെ മാടായിപ്പാറയുടെ നിറം നീലയായി മാറും. കൂട്ടിന് മഴ കൂടി എത്തുമ്പോൾ വർണ്ണിക്കാനാവാത്തൊരു അനുഭവമാണ് ഇവിടം സമ്മാനിക്കുക. നമുക്ക് കാണാം. മാനത്ത് മേഘങ്ങൾ യാത്രയിലാണ്. ഒഴുകി ഒഴുകിയവ മാടായിപ്പാറയ്ക്ക് മുകളിലുമെത്തും. ആ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങും. ചെറു തളതളങ്ങളായങ്ങനെ കെട്ടി നിൽക്കും. ചെറുചാലുകളായി ഒഴുകിപ്പോകും. മാടായിപ്പാറ, മഴ, കാക്കപ്പൂവ്, അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴാണ് അറിയാം നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് എന്താണ്, അതൊക്കെ എന്താണ് നമുക്ക് പ്രിസർവ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ വരുമ്പോഴാണ് കാണുക. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. അപ്പോൾ തായ്വനീസ് എങ്ങാനും കണ്ണൂർക്ക് വന്ന് എപ്പോഴും കൊണ്ടുവരുന്ന സ്ഥലമാണിത്. കർക്കിടകത്തിന്റെ പേമാരിപ്പെയ്ത്തും ചിങ്ങത്തിന്റെ ചിണുങ്ങിപ്പെയ്ത്തും കഴിയുവോളം മാടായിപ്പാറയിൽ കാക്കപ്പൂ വസന്തമാണ്. പാറയിലെ പച്ചപ്പിനെ മറച്ച് ആരോ നീല പുതപ്പിച്ച പോലെ കാക്കപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കും. പൂന്തേൻ തേടിയെത്തുന്ന വണ്ടുകളെപ്പോലെ ആ കാഴ്ച നുകരാൻ ആൾക്കൂട്ടവും എത്തും. വിദേശികൾക്കടക്കം മനം മയക്കുന്ന അനുഭവമാണ് മാടായിപ്പാറ. It's glad to be here and see this biodiversity garden and see the beautiful flower that is just born, make us feel like we can reborn in India. തീരെ ചെറിയ നീലപ്പൂക്കൾ കൂട്ടമായി വിരിയുമ്പോഴാണ് മാടായിപ്പാറയുടെ നിറം മാറുന്നത്. പുൽത്തകടിയിലെ കുറ്റിക്കൂട്ടങ്ങളും പേരറിയുന്നതും അറിയാത്തതുമായ പക്ഷികളും അങ്ങിങ്ങെ മേയുന്ന കാലുകളുമെല്ലാം ഈ നീലവസന്തത്തിന്റെ ഭംഗി കൂട്ടും. കാലം തെറ്റാതെ ഇപ്പോഴും പൂക്കുന്ന കാക്കപ്പൂക്കൾ ഓണം കഴിഞ്ഞ് മാടായിപ്പാറയുടെ യാത്ര പറയൂ. ന്യൂസ് മലയാളം, കണ്ണൂർ.